നമസ്കാരം. കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാർത്തയാണ് തിരുവനന്തപുരം പാളയത്ത് നിന്ന് പുറത്തു വന്നത്. അതായത് അതിന് തൊട്ട് തലേ ദിവസം മേയറും സംഘവും പാളയം മാർക്കറ്റ് സന്ദർശിച്ചിരുന്നു. ആ ദിവസം ഉണ്ടായ ചില കാര്യങ്ങൾ, ചില നിരീക്ഷണങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ പാളയത്തെ ചില കടകൾ ഇടിച്ചു നിരത്തി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഇടിച്ചു നിരത്തിയിട്ടുള്ള ആ കടകളുടെ ഉടമസ്ഥരുടെ ഒപ്പമാണ്. അവർക്ക് കൂടെ എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. നിലവിൽ മേയറും കോർപ്പറേഷനും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെ കേട്ടു. ഇനി ഇവരുടെ അഭിപ്രായത്തിലേക്കാണ്. ചേട്ടാ, ഈ പറയുന്നത് പോലെ എന്തായിരുന്നു കട അവിടെ കെട്ടാനുള്ള കാരണം? ഇത് നമ്മളൊക്കെ കോർപ്പറേഷൻ അനുവദിച്ച് തന്നിട്ടുള്ള കട ഇതാണ്. അപ്പൊ ഇതിന്റെ ഇവിടുത്തെ സൗകര്യക്കുറവ് മൂലമാണ് നമ്മൾ അവിടെ അങ്ങോട്ട് പോയത്. അവിടെ പോയി നമ്മൾ അവിടെ ബിസിനസ്സുകാർ ചെയ്തിട്ടില്ല. നമ്മള് കോഴി സ്റ്റോക്ക് ചെയ്യും, കോഴി അത്യാവശ്യം ഡ്രസ്സിങ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ശ്വാസം മുട്ടലും ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മളുടെ ഒരു മുന്നറിയിപ്പില്ലാതെ അവരൊന്ന് പൊളിച്ചു കളഞ്ഞു. അപ്പൊ നമുക്ക് അതിനെ പ്രതികരിക്കേണ്ട അവകാശമില്ല. കാരണം നമ്മൾ വച്ചതുമില്ല. ഓൾറെഡി അത് ബിൽഡിംഗ് ഷീറ്റ് ഇട്ടുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്, ഇവിടുത്തെ സൗകര്യക്കുറവ് മൂലം. മേയർ ഇവിടെ വന്ന് സന്ദർശനം നടത്തിയ സമയത്ത് ഈ കടകളൊക്കെ സന്ദർശിച്ചു. മേയർ ഇവിടെ ഫുള്ള് സന്ദർശിച്ചു. ഇതിനകത്ത് കയറി പുള്ളി തന്നെ പറയേണ്ടായി, ഇതിനകത്ത് ശ്വാസം മുട്ടലിന്റെ അതായത് 5 പേര് ഇവിടെ നിന്നാല് നമുക്ക് ആ ഒരു ഫീല് വരും. പുള്ളി തന്നെ പറഞ്ഞു ഇത് ശാസ്ത്രീയമായത് പ്രശ്നമാണ്, അതിന് പകരം നമ്മളെ പുറത്തു പോയതിനെ കുറിച്ച് പുള്ളി ചോദിച്ചിട്ടില്ല. ഇത് ചെയ്ത് ബുദ്ധിമുട്ടാണ്, നമ്മുടെ ബുദ്ധിമുട്ട് പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ട്. മേയറിന്റെ നടപടി അത് ഇതിനൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഈ ചെവര് പൊളിച്ചേരാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇവിടെ കയറിയ സമയത്ത് ഈ ഒരു ചെവര് പൊളിച്ചാൽ നമുക്ക് ഫ്രണ്ട് ഒരു ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ടാവും. ആ ഒരു എയർ സർക്കുലേഷൻ ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടും. അപ്പോൾ ആ ഒരു ഉറപ്പുള്ളി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് സമയത്താണ് ഈ ഒരു ബിൽഡിംഗ് കെട്ടുന്നത്? ഇത് ശരിക്കും എന്താണ് സംഭവിച്ചത്? അതിനെ കുറിച്ച് എനിക്കറിയില്ല. ബിൽഡിംഗ് വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ. അതായത് വി രാജേഷ് മേയറായി വരുന്നതിന് മുൻപാണ് എന്നുള്ളത്? അതിന് മുമ്പാണ്. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ സ്ഥല സൗകര്യം കണ്ടല്ലോ, ഇത് ഒരു ചെറിയൊരു മുറുക്കാങ്കട പോലും നമുക്കിത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ നേരത്തെ മേളിൽ വലിയ കടയായിരുന്നു, ഇതിന്റെ പ്രധാനപ്പെട്ട ലൈസൻസ് ഉള്ള കടകളാണ്. ഈ ഇരിക്കുന്നതൊക്കെ ലൈസൻസ് ഉള്ള കടയാണ്. അപ്പം അനധികൃതമായിട്ട് ഈ വെളിയിലാണ് കടകൾ, ഇതുപോലെ കടകൾ അവർ കെട്ടി ഓരോ ഇവിടുത്തെ മുതലാളികൾ കെട്ടി കൊടുത്തു, അനധികൃതമായിട്ട് വാടകയും വാങ്ങിച്ച് അവർ സുഖമായിട്ട് ചെയ്യും. ഞങ്ങൾ അപ്പോൾ ഇവിടെ കട വാടക കോർപ്പറേഷനിൽ അടച്ച് കൃത്യമായിട്ട് പോകുന്ന ഞങ്ങളാണ്. നമുക്കിപ്പം ഒരു വഴിയില്ല. ഇവിടെ ഇപ്പം ഈ കണ്ടില്ല, ഇതിനകത്ത് കയറിയ ശ്വാസം വരെ കിട്ടില്ല. ആ രീതിയിൽ കൂടെയാണ് ഇത് പണി വെച്ചിരിക്കുന്നത്. അവിടെ നേരത്തെ പണി ചെയ്ത് വെച്ചിരുന്ന വേണ്ടി എത്ര സ്ക്വയർ ഫീറ്റ്? ഒരു 30 സ്ക്വയർ ഫീറ്റോ 35 സ്ക്വയർ ഫീറ്റോ വരും, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ആരും കയറി വരുന്നില്ല. ഈ ഉള്ളിലായതുകൊണ്ട് ആ കടയിൽ അവിടെ നിന്ന് ആരും കയറി വരുന്നില്ല. അപ്പം ഒരു കോഴി പോലും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ആ കണ്ടീഷൻ വളരെ വളരെ മോശം. ഇത് പോയത് വെളിയിൽ അനധികൃതമായിട്ട് ഓരോ കടകൾ കെട്ടി അത് പുറത്ത് ഒരു വാടകയ്ക്ക് കൊടുക്കുകയാണ് ഇവിടുത്തെ മാഫിയകൾ പ്രധാനം. ഇതിന്റെ ഫ്രണ്ടിൽ നോക്കണം. അവരിപ്പോൾ ഈ പൊളിച്ച കട എന്ന് പറഞ്ഞാൽ ആർക്കും ശല്യമില്ല, ഒരു സൈഡിൽ ഇരിക്കുന്ന കടയാണ്. അത് ഇവിടെ ഇതിന്റെ സ്ഥലപരിമിതി കുറവായതുകൊണ്ട് നമ്മളവിടെ താൽക്കാലികമായിട്ട് ഇരിക്കുകയാണ്. താൽക്കാലികമായിട്ട് അത് ഞങ്ങൾക്കറിയാം. അതാണ് ഞങ്ങൾ ഇതിന് പ്രതികരിക്കാൻ പോയത്. നമുക്ക് തന്നെ അറിയാം, അത് എപ്പോഴായാലും കോർപ്പറേഷൻ പൊളിച്ചു മാറ്റും. പക്ഷെ ഇരിക്കുന്നിടത്തോളം അവിടെ ഇരിക്കാം. പക്ഷെ നമ്മുടെ കടകൾ ഇതാണ്, ഇതിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് കാര്യം. എത്ര രൂപ മാസം വാടക കൊടുക്കും? മാസം കുറച്ചേ ഉള്ളൂ, 700. ഞാൻ 30 രൂപയ്ക്ക് വാടകയ്ക്ക് വന്നേ. ഞാൻ 10-35 വർഷത്തിന് മുമ്പ് ഇത്ര. ഇപ്പം 1000 രൂപയാണ് വാടക കൊടുക്കുന്നത്. വാടകയൊക്കെ കുറവാണ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആണ്. കോർപ്പറേഷൻ അതിനുള്ള ഇതൊക്കെ ചെയ്തത്. പിന്നെ 6 മാസം കൂടുമ്പോൾ 1200 രൂപ പിന്നെ പ്രൊവിഷൻ ടാക്സ്. കുഴപ്പമില്ല. അത് സിറ്റിക്കകത്തൊരു കട എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. നമുക്ക് നമ്മളെ ഉപജീവനം കഴിക്കാനുള്ള നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ബിൽഡിങ്ങിൽ നമുക്ക് ഒരു സൗകര്യമില്ല. സൗകര്യം മാത്രമല്ല, കസ്റ്റമർ കയറി വരണ്ടേ. ഈ നാളത്തെ ആര് കയറി വരാൻ? ഒരു കട കണ്ടില്ല, ഈ കട അത്രയും ഞാൻ പണി ചെയ്തെടുത്ത്. പക്ഷെ ഒരാളിൽ നിന്ന് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ, 2 പേർക്ക് നിൽക്കാൻ പറ്റില്ല. ഒരാൾ വെളിയിരിക്കണം. ഇതാണ് സാഹചര്യം. ഈ വായു സഞ്ചാരം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാകുമല്ലോ. ഞാനും പ്രശ്നക്കാരനാണ്, ഞാനും ഒരു രോഗിയാണ്. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഒട്ടുമേ വായു സഞ്ചാരം ഇല്ല. അങ്ങ് അറ്റത്തൊരു ഫാൻ വെച്ചിട്ടുണ്ട്, എയർ ഫാൻ. അത് വർക്കാവണമില്ല. അവസാനം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി, കാരണം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇവിടെ നിന്ന് ഇരുന്നപ്പോൾ ശ്വാസം കിട്ടുന്നില്ല. അവിടെ അതിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെ ഒരു എയർ ഫാൻ ഞാനാണ് വാങ്ങിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത്. അത് 5 മിനിറ്റ് കറണ്ട് പോകുമ്പോഴത്തേക്ക് ശ്വാസം കിട്ടൂല.
ഇതിനകത്ത് 5 മിനിറ്റ് കറണ്ട് പോവുകയാണെങ്കിൽ ശ്വാസം കിട്ടൂല. അതാണ് രീതി ഇവിടുത്തെ കടയുടെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ. മുൻ മേയറായ ആര്യ രാജേന്ദ്രന്റെ മുന്നിലേക്ക് മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവരോട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? അവരൊക്കെ തന്നെ ഇത് ചെയ്തത്, അവര് തന്നെ ഇത് ചെയ്തത്. അവരവിടെ ഇരുന്നും കൊണ്ട് പറയും, പിന്നെ ചെയ്യാനുള്ളത് ചെയ്യാൻ പറയും. ഇവര് ചെയ്തിട്ട് അവര് ഒന്ന് പൈസയും മതില്ല, അവരെ ആൾക്കാർ പറയണനുസരിച്ച് ഈ കാണുന്ന നേരെ കാണുന്ന ഇതൊരു എൻട്രൻസ് ആണ്. അതിന് അവര് തന്നെ അടച്ചു. അത് പല കാരണങ്ങൾ കാണുമായിരിക്കും. അവരുടെ ആൾക്കാരെ സ്വാധീനം വെച്ച് ഇതായിരിക്കും അവിടെ എൻട്രൻസ് അടച്ചു. അപ്പം ഒട്ടുമേ ആർക്കും അങ്ങോട്ടോ വായു സഞ്ചാരം കൂടുതൽ പ്രശ്നമായി. ഇപ്പോ വി രാജേഷ് നേരിട്ട് വന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ഇതുപോലുള്ള നടപടികൾ എടുക്കും. ഇപ്പം വന്ന മേയർ മെനിഞ്ഞാന്ന് ഞങ്ങൾ ഒരുപാട് പരാതികൾ കൊടുത്തു. മേയർ നേരിട്ട് വന്നു. മേയറും ബാക്കിയുള്ള ഓഫീസർമാരും ഈ ബിൽഡിംഗ് കെട്ടിയ ആളും ഇന്നലെ വന്നു, മെനിഞ്ഞാന്ന് വന്ന് എല്ലാം കണ്ടിട്ട് പോയിട്ടാണ് ഇന്നലെ ഒരേ സൈഡ് വീതം പൊളിക്കാനുള്ള ഓർഡർ കൊടുത്തത്. ഒരേ സൈഡ് വീതം അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അത് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞല്ലേ അത് ഞങ്ങളാണ് വെച്ച് കെട്ടിയത്, ഇവിടെ ഇടം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പോയത്. പക്ഷേ ഇപ്പം കണ്ടില്ല, ഈ ഇടയിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തണം. കാരണം ഈ കൊച്ചു കടകളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കസ്റ്റമർ വരിക. പിന്നെ എന്തിനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്? ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പരിഹാരം ഉണ്ടാകും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം കെട്ടുന്ന ബിൽഡിംഗ്, പുതിയ ബിൽഡിംഗ് അത് എത്രയും നേരത്തെ അത് കെട്ടി ഞങ്ങൾ അങ്ങോട്ട് മാറ്റിയാൽ ഇതിനൊരു പ്രതിനിധിയാവും. അതാണ് ഇത് കാണുന്ന ഒരു പ്രത്യേകിച്ച്. അത് എപ്പോഴാണ് തീരുമാനം അറിയാൻ പറ്റും. അപ്പൊ അവര് 9 മാസമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറാൻ. അവിടെ നിന്ന് ഞങ്ങളെ പൊളിക്കാൻ നേരത്തെ പറഞ്ഞ് 9 മാസം കൊണ്ട് നിങ്ങൾക്ക് അത് കെട്ടി അങ്ങോട്ട് മാറ്റും, താൽക്കാലികമാണ് ഇത് ചെയ്ത് തന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം തന്നെ 1.5-2 വർഷമായി അതിന്റെ തറ പോലും ഇട്ടിട്ടില്ല. അതായത് ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് അതേ ഇപ്പം ഒരാഴ്ചയിലേ ആയുള്ളൂ ഭരണം മാറിയിട്ട്. ഇപ്പം ഭരണം വന്നതിന് ശേഷമാണ് ഇതിന്റെ ഈ ഞങ്ങൾ കൊടുക്കുന്ന പരാതികൾ സ്വീകരിക്കാൻ അവർ ഇറങ്ങിയത്. അതിന് മുമ്പ് വരെ നമ്മൾ പരാതികൾ പറഞ്ഞിട്ടും പരാതി പറയാൻ പറ്റൂല. ആരുടെ സ്ഥിതി അതാണ്. അറിയല്ല, രണ്ട് ഭരണം 2 വ്യത്യാസമാണ്. ഞാനൊരു പാർട്ടിക്കാരനല്ല, പക്ഷെ 2 ഭരണം 2 രീതിയാണ്. അപ്പം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യണം. അതിൻ്റെ ഒരു ആരംഭഘട്ടമാണ് ഇത്. അതിൻ്റെ ഒരു ആരംഭഘട്ടമാണ് കോർപ്പറേഷൻ ഇത് ഇപ്പം ആദ്യമായിട്ട് നടപടിയെടുത്ത്. ഇനി ഒരുപാട് കടകൾ പൊളിയാണ്. വെളിയിൽ ഒത്തിരി കച്ചവടക്കാർ ഇതിൻ്റെ മേളിലൊക്കെ കൊടുത്ത കടക്കാർക്ക് മേളിലാരും പോകാത്തതുകൊണ്ട് അവർ പുറത്തിട്ട് മലക്കറി കച്ചവടം, പഴക്കച്ചവടം, മറ്റുള്ള കച്ചവടമൊക്കെ ചെയ്യുന്നു. അവർക്ക് ഇതിനകത്ത് കയറി ഈ കച്ചവടം ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ ഈ കൊച്ചു കടയിൽ ഇറച്ചി കടയോ ഒന്നും ചെയ്യാനുള്ള ഒരു പരിധി ഇതിനകത്തില്ല. ഇതാണ് സത്യമാണ്. വി രാജേഷിന്റെ ഈ നടപടി ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ്. അദ്ദേഹമാണ് ഇതിപ്പം വന്ന് ഒരു 3 ദിവസം മുമ്പ് വന്ന് കണ്ട് അയാൾക്ക് ബോധ്യപ്പെട്ട് അതിന്റെ ഒരു ഇതാണ് ഇന്നലെ കണ്ടത്. ഈ രണ്ട് കടയാണ് അവിടെ പൊളിച്ചുകൊണ്ട് പോയി. ശരിക്കും ആ 2 കട ഇതിനായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അത് ഇവര് തന്നെ സ്മാർട്ട് സിറ്റി തന്നെ കെട്ടിയത്. പക്ഷെ കടയ്ക്ക് വേണ്ടിയല്ല, അത് വേറെ എന്താ ആവശ്യത്തിന് വേണ്ടി അവർ കെട്ടിയത്. അത് ഒഴിഞ്ഞു കിടന്നത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഒരു കട കുറച്ച് സ്ഥലം ബാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമല്ലോ, അത് വെറുതെ കിടക്കണം, നമ്മൾ ചെന്ന് താൽക്കാലികമായിട്ട് ഇരിക്കാം, അത്രേ ഉള്ളൂ. അതിനെയാണ് പൊളിച്ചുകൊണ്ട് പോയത്. പക്ഷെ അതൊന്നും അല്ല. ഇതിന്റെ ഫ്രണ്ടിൽ വേറെ കടകളുണ്ട് ഒരുപാട് ഒരു അനധികൃതമായിട്ട് പിടിച്ചു വെച്ചിട്ട് കട റോഡ് സൈഡിൽ പിടിച്ചു വെച്ചിട്ട് അതിനെ എടുത്ത് അവര് കട കെട്ടി പുറത്ത് വാടകയ്ക്ക് കൊടുക്കുന്നു. അതാണ് പോയിന്റ്. അവര് കിടക്കുന്ന സ്ഥലത്തിന് അവര് കെട്ടി കടയായിട്ടൊക്കെ എടുത്ത് എന്നിട്ട് അതിനെ അവർ വാടകയ്ക്ക് കൊടുക്കുകയാണ് വേറെ. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് കടയില്ല. സത്യാവസ്ഥ ഇതാണ്. ഇതിപ്പം അദ്ദേഹം മേയർ കണ്ടിട്ട് പോയിരിക്കുകയാണ്. ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ മേയർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു ഗുണ്ടാപിരിവ് നടക്കുന്നുണ്ട്. അതിവിടെ നിലവിൽ ഇത് കുറെ കാലം മുമ്പേ ഉണ്ട്. ഇപ്പൊ 2023 വരെ ഇത് കോൺട്രാക്ട് ആണ് കൊടുത്തിട്ടുള്ളത്, ഈ കടക്കാശ് പിരിക്കാൻ. അത് 2023 ആയപ്പോഴത്തേക്ക് 2023 മാർച്ച് 31 അത് തീർന്നു. പിന്നെ പുതിയ കോൺട്രാക്ട് എടുത്തിട്ടില്ല, അവർ കോർപ്പറേഷൻ കൊടുത്തിട്ടുമില്ല. പക്ഷെ ഈ പിരിവ് കൃത്യമായിട്ട് നടന്നുകൊണ്ട് പോവുകയാണ്.
എൻ്റെ ഇവിടെ കേട്ടറിവ് വെച്ച് നോക്കിയാൽ ഒരു ദിവസം ഒരു 40,000 രൂപ പിരിച്ചു കൊണ്ടുപോയത്. കോർപ്പറേഷന് പോലും ഇത്ര രൂപ എത്തുന്നില്ല. ഇല്ല, കോർപ്പറേഷനിൽ ഇതിന്റെ ഒരു 100 അംശം കിട്ടുന്നില്ല. ഈ ക്യാഷ് കോർപ്പറേഷനിലേക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ കോൺട്രാക്ട് കൊടുത്തിട്ട് പൈസ അടച്ച് പിരിക്കണം. അതല്ല, 3 വർഷം കൊണ്ട് കൃത്യമായിട്ടും ഇവര് തന്നെ സ്വന്തമായിട്ട് പിരിച്ച് ആ പഴയ രീതി അനുസരിച്ച് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മീൻ കടയിലൊക്കെ ഒരു ദിവസം 500 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. 300, 400, 500 രൂപയ്ക്കാണ് വാങ്ങിക്കുന്ന ആൾക്കാർ പറയുന്നതാണ്. നമ്മളിവിടെ ഇപ്പോഴാണ് അറിയുന്നത് വെളിയിൽ. ഇത്രയും നാളുകൊണ്ട് ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പരിഹാരം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മാറ്റം വരണം. എന്തായാലും വി രാജേഷ് നടത്തിയിട്ടുള്ള ഈ ഒരു കടപൊളിക്കൽ നടപടി അത് ഈ പറയുന്നത് പോലെ നമ്മൾ ഒരാളുടെ ഉപജീവന മാർഗം തകർക്കുന്നു എന്ന തരത്തിലല്ല. അത് തികച്ചും സ്വീകാര്യമാണ് എന്ന് തന്നെയാണ് കടക്കാർ പ്രതികരിക്കുന്നത്. അവർക്ക് ഈ കടയിനകത്തുള്ള സൗകര്യക്കുറവ് മൂലം താൽക്കാലികമായിട്ടാണ് പുറത്ത് കടകൾ കെട്ടിയിട്ടുള്ളത്. അതാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചു മാറ്റിയത്. അതേസമയം ഈ പറയുന്നത് പോലെ ഇനി പൊളിച്ചു മാറ്റപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് കടകൾ പുറത്ത് അനധികൃതമായിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു നടപടി ഉണ്ടാകുന്നത്. പാളയം മാർക്കറ്റിലുള്ള അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കടകൾ പൊളിച്ചു മാറ്റുന്നു എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്ത. അതേസമയം 18 കോടിയോളം രൂപ വലിയ തെരിമറികൾ ഈ പാളയം മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രൻ ഭരിച്ച കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടെ മേയർ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. എന്തായാലും വി രാജേഷിന്റെ നടപടി അത് വളരെയധികം അപ്രതീക്ഷിതമാണ്. അതിനൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള വലിയ തിരിമറികൾ കൂടെ ഇത്തരം നടപടികളിലൂടെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന കടക്കാർക്കടക്കം അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഈ ഒരു വിൽപ്പന, അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്.